കഴിഞ്ഞ സർക്കാരിന്റെ ധനമാനേജ്മെന്റിൽ പാളിച്ച ചൂണ്ടിക്കാട്ടി CNDG റിപ്പോർട്ട്. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262.06 കോടി സഞ്ചിത നിധിയിലേക്ക് ക്രമരഹിതമായി മാറ്റിയതായി കണ്ടെത്തൽ. റവന്യൂ കമ്മിയും ധനകമ്മിയും കുറച്ചു കാണിക്കാനാണ് വകമാറ്റിയത്. കിഫ്ബിയും പെൻഷൻ കമ്പനിയും വൻ ബാധ്യതയും ആയി മാറിയതായി റിപ്പോർട്ടിൽ പറയുന്നു. വിജിൻ വായന്തോട് വിവരങ്ങളുമായി. വിജിൻ, എന്താണ് CNDG കണ്ടെത്തൽ? ഇങ്ങനെയൊന്നും പറഞ്ഞ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. സംഭവം എന്താണെന്നറിയാമോ? സംഭവം മറ്റൊന്നല്ല, വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ സമാഹരിച്ചു നൽകിയ 788 കോടി രൂപ. ആ 788 കോടി രൂപയിൽ നിന്നാണ് 262 കോടി രൂപ വകമാറ്റിയത്. എന്തിനാ വകമാറ്റിയേ? കാരണം ഈ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് നേരിട്ട് പോക്കറ്റിലേക്ക് ഇടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. മനസ്സിലായില്ലേ? അവിടെ നിന്ന് നേരിട്ട് പോക്കറ്റിലേക്ക് ഇടുക എന്ന് പറയുന്നത് അത്ര ഈസിയായ പരിപാടിയല്ല. പെട്ടെന്ന് പിടിക്കപ്പെടും. അങ്ങനെ ഒരിക്കലും പിടിക്കപ്പെടാത്ത രീതിയിൽ പോക്കറ്റിലേക്ക് എത്തണമെങ്കിൽ അത് ആ പെട്ടി നിർത്തി ഈ പെട്ടിയിൽ വെക്കണം. ഈ പെട്ടിയിലാവുമ്പോൾ പിന്നെ എല്ലാം കൂടി കലർന്ന് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഉള്ളതുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് പോക്കറ്റിലേക്ക് മാറ്റാൻ പറ്റും. മനസ്സിലായ എന്ന് പറഞ്ഞാൽ ശവന്തീനി വിജയൻ. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. 788 കോടി രൂപ നൽകിയിട്ട് അതിൽ ഊരാളുങ്കലിൻ്റെ അണ്ണാക്കിലേക്ക് ടൗൺഷിപ്പിനെന്നും പറഞ്ഞ് തള്ളിയത് 299 കോടി രൂപ. അതായത് വയനാട്ടിലെ ജനങ്ങൾക്ക് 299 കോടി രൂപ. അതുപോലെ പിണറായി വിജയൻ്റെ വിഹിതം എത്രയാ അതിൽ? എന്തിനാ സഖാക്കള് എല്ലാം കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്, മുഖ്യമന്ത്രിയുടെ അണ്ണാക്കിലേക്ക് തള്ളു, എല്ലാം മുഖ്യമന്ത്രിയുടെ അണ്ണാക്കിലേക്ക് തള്ളു, എല്ലാവരും പിണറായി വിജയൻ്റെ അണ്ണാക്കിലേക്ക് തള്ളു എന്ന് കൃമികീടങ്ങൾ ഇങ്ങനെ പാടി നടന്നത് എന്തിനാ? അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ അണ്ണാക്കിലേക്ക് ഇപ്പുറത്ത് കൂടെ തള്ളാൻ പറ്റുള്ളൂ. അതാണ് 262 കോടി രൂപ എന്ന് പറഞ്ഞാൽ നാക്കി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ 262 കോടി രൂപ. മാധ്യമങ്ങൾ ഇത് പറയുമ്പോൾ അങ്ങനെ വളച്ചും തിരിച്ചും മറിച്ചും ഒക്കെ പറയുള്ളൂ. ഇതാണ് കാര്യം എന്താ? വയനാട്ടിലെ ദുരിതബാധിതരുടെ പേരിൽ കേരളം സമാഹരിച്ച് നൽകിയ 758 കോടിന്ന് ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ ഊരാളുങ്കലിൻ്റെ അണ്ണാക്കിലേക്ക് തള്ളിയ അത്രയും തന്നെ പൈസ പിണറായി വിജയൻ്റെ അണ്ണാക്കിലേക്കും തള്ളി. ഊരാളുങ്കലിൻ്റെ അണ്ണാക്കിലേക്ക് തള്ളിയതിൽ ഊരാളുങ്കലിൽ അവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കേണ്ടതുണ്ട്, കുറച്ചൊക്കെ അവിടെ ചിലവാകും. പക്ഷേ പിണറായി വിജയൻ്റെ അണ്ണാക്കിലേക്ക് തള്ളി 262 കോടിയിലോ ഒരു നയാ പൈസ പോലും എവിടെയും ചിലവാക്കേണ്ടതില്ല. എല്ലാം അണ്ണാക്കിലേക്ക് വാരി കുത്തി നിറച്ചു. അതിനു വേണ്ടിയിട്ട് എന്താക്കി? അവിടുന്ന് എടുത്ത് ആദ്യം ഇപ്പുറത്തെ പെട്ടിയിലേക്ക് വെച്ചു. അത് അവിടുന്ന് നേരെ എടുത്താൽ ചോദിക്കും ദുരിതാശ്വാസ ഫണ്ടാന്ന്. അത് ഈ പറയുന്ന റിഹാബിലിറ്റേഷന് മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം അതുകൊണ്ട് അവിടുന്ന് എടുത്താൽ അത് കൃത്യമായിട്ട് എവിടെ ഉപയോഗിച്ചു എന്നുള്ളത് കാണണം. അതുകൊണ്ടാണ് ആ പെട്ടിയിൽ നിന്ന് ആദ്യം ഈ പെട്ടിയിലേക്ക് വെച്ചു. അപ്പം നിങ്ങൾ ചോദിക്കുന്നതിന് ആ പെട്ടിയിൽ നിന്ന് ഈ പെട്ടിയിൽ നിന്ന് വെക്കുന്നത്, ആ പെട്ടിയിൽ നിന്ന് ഡയറക്റ്റ് വെച്ചാൽ പോരെ? അത് പറ്റൂല. ആ പെട്ടിയിൽ നിന്ന് ഡയറക്റ്റ് പോക്കറ്റിലിട്ടാൽ പിണറായി വിജയൻ്റെ അണ്ടം കീറും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ പെട്ടിയിൽ നിന്ന് ആദ്യം എടുത്ത് ഈ പെട്ടിയിലേക്ക് വെച്ചു. ഈ പെട്ടിയിൽ നിന്ന് നേരെ പിന്നെ പോക്കറ്റിലേക്ക് വെച്ചു. ഖത്തം. കാരണം ഈ പെട്ടിയിൽ നിന്ന് പിന്നെ പല കാര്യങ്ങളിലേക്ക് പോകുന്നതാ, പല ആവശ്യങ്ങൾക്ക്, പല മേഖലകളിലേക്ക്, പല വകുപ്പിലേക്ക്, അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു മറിച്ച് അവിടുന്ന് അങ്ങോട്ടാക്കി അങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ട് ഇവിടുന്ന് പോക്കറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല ഇത് എവിടേക്കാ പോയതെന്ന്. മനസ്സിലായില്ലേ? ഈ പെട്ടിയിൽ ആ പെട്ടിക്ക് ഒരൊറ്റ അറ മാത്രമേ ഉള്ളൂ. ഈ പെട്ടിക്ക് ഒരു 10,000 അറ ഉണ്ട്. അപ്പോൾ ഈ 10,000 അറ ഉള്ളത് കൊണ്ട് അവിടുന്ന് എങ്ങോട്ടാണ് ഇത് പോയത് എന്നുള്ളത് കണ്ടുപിടിക്കുക പറയുന്ന വലിയ പാടാണ്. പക്ഷെ ആ പെട്ടിയിൽ നിന്ന് പോയാൽ പെട്ടെന്ന് പിടിക്കപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ആ പെട്ടി നിർത്തി ഈ പെട്ടിയിലേക്ക് ഇട്ട് ഈ പെട്ടിയിൽ നിന്ന് നേരെ പിണറായി വിജയൻ്റെ പോക്കറ്റിലേക്ക് പോയത്. ശവന്തീനി എന്നല്ലാതെ വിജയനെ എന്താ വിളിക്കേണ്ടത് അല്ലേ? അതിലിപ്പോൾ നമുക്ക് അത്ര വലിയ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ഭാഷ അതാണ്. ഇതിൽ നമ്മൾ അത്ഭുതപ്പെടുക ആശ്ചര്യപ്പെടുക ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ചോദിക്കുക എന്താന്ന്? അതിന് കാരണം ഉണ്ടോ?
കാരണം എന്നറിയുന്നത് അയ്യൻ്റെ പൊന്ന് കട്ട് നക്കാൻ ഉളുപ്പില്ലാതിരുന്ന സഖാക്കള് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ചെയ്യാനാണോ ഇത്ര വലിയ പാട്? അത് ചെയ്ത സഖാക്കൾക്ക് ഇത് ചെയ്യാനാണോ ഇടങ്ങാറ്? അയ്യൻ്റെ പൊന്ന് കട്ട് നക്കിയ ആളുകള് ഈ പറയുന്ന ദുരിതബാധിതരെയും നക്കിയിട്ടുണ്ടെങ്കിൽ, അവരെ തീട്ടം നക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഒന്നല്ല കാര്യം. ഇത്ര ദിവസം എന്താ പറഞ്ഞ? പിണറായി വിജയൻ്റെ തീട്ടം നക്കികള് എന്നല്ല പറഞ്ഞത്, നേരെ തിരിച്ചാ. ദുരിതബാധിതരുടെ തീട്ടം നക്കിയവനാണ് ഈ വിജയൻ. അങ്ങനെ തന്നെ പറയണം. നിങ്ങളൊന്ന് ആലോചിച്ച്, 262 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വയനാട്ടിൽ ഞങ്ങളുണ്ടാക്കി എന്ന് പറഞ്ഞ ആ ടൗൺഷിപ്പ് അതുപോലത്തെ മറ്റൊന്നുകൂടി ഉണ്ടാക്കാനുള്ള അത്രയും പണം അണ്ണാക്കിലേക്ക്. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ കമ്മീഷനൊക്കെ അടിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പൈസ ഒക്കെ കമ്മീഷൻ അടിക്കൂ സാധാരണ, അല്ലേ? ഇതങ്ങനെയല്ല. എത്രയാണോ അവിടെ കണക്കാക്കിയത് അതിലും കമ്മീഷനുണ്ട്. ഇതിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ അതേ പരിപാടി. വെള്ളാപ്പള്ളി നടേശൻ മൈക്രോ ഫിനാൻസിൽ എന്താക്കിയേ? സഹായം നൽകുന്നതിൽ 30 ലക്ഷം നൽകിയതിൽ 10 ലക്ഷം കമ്മീഷൻ. ഈ കിട്ടിയ വായ്പയിൽ തിരിച്ചടക്കണമല്ലോ, ആ തിരിച്ചടക്കുന്ന പലിശയിലും കമ്മീഷൻ. 2 രീതിയിൽ കമ്മീഷൻ. അതുപോലെയാണ് പിണറായി വിജയൻ. വയനാട്ടിൽ 299 കോടിയുടെ ആ ടൗൺഷിപ്പിലും കമ്മീഷൻ, ഇപ്പുറത്ത് ദുരിതാശ്വാസ ഫണ്ടിലും കമ്മീഷൻ, എല്ലാത്തിലും കമ്മീഷൻ. അടിച്ചു പോക്കറ്റിലാക്കി അണ്ണാക്കിൽ തള്ളി വിജയൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ചില്ലറ കളിയൊന്നല്ല, കോടിക്കണക്കിന് രൂപയാ. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അതിലും വലിയ ഇനി നേട്ടമുണ്ടാക്കാൻ എന്താ ഉള്ളത്? CAG റിപ്പോർട്ട് വരികയാണ്. 2024 മുതൽ 2025 വരെയുള്ള CAG റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് അതിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന 262 കോടി രൂപ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് കട്ടത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. മറ്റുള്ളതൊക്കെ കേരളത്തിൻ്റെ കടങ്ങളെ കുറിച്ചാണ്. കേരളത്തിൽ കൊടുക്കാതെ കുടിശ്ശികയാക്കി വെച്ച പല കടങ്ങളെയും കിഫ്ബിയെയും പെൻഷൻ കമ്പനിയെയും ഒക്കെ കുറിച്ചാണ്. എല്ലാത്തിലും കൈയിട്ട് വാരല്. മനസ്സിലായില്ലേ? കേരളത്തിൽ ക്ഷേമ പെൻഷൻ ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? കൊടുത്തതിലും വലുത് ഓരോ മാസവും ഇവരുടെ അണ്ണാക്കിലേക്കും തള്ളിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എല്ലാ അഴിമതി കഴിഞ്ഞ 10 വർഷക്കാലം. മനസ്സിലായില്ലേ? പിണറായി വിജയൻ ഇപ്പോൾ ഇതിനിടയ്ക്ക് വേറൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എന്താണ്? പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷക്കാലത്തിൽ നടത്തിയ വിദേശ യാത്രകൾ. ഈ വിദേശ യാത്രകളൊക്കെ നടത്തിയപ്പോൾ പിണറായി വിജയന് താമസ ചെലവിന് 1 ഉറുപ്പ്യ പോലും ചിലവായിട്ടില്ല. വിദേശത്ത് പോയപ്പോൾ താമസിക്കാൻ 1 രൂപ പോലും ചിലവായിട്ടില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിണറായി വിജയൻ പോയിടത്തൊക്കെ പിണറായി വിജയൻ പ്രോപ്പർട്ടികൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട്. ഒരു സ്ഥലത്തും ഈ പറയുന്ന താമസത്തിന് വേണ്ടി 1 രൂപ പോലും ചിലവാക്കിയില്ല എന്ന് പറഞ്ഞാൽ റോട്ടുമ്മ കടന്നെന്നാണ് അർത്ഥം. അല്ല, എല്ലായിടത്തും സ്വന്തമായ പ്രോപ്പർട്ടികൾ, വീടുകൾ, ഫ്ലാറ്റുകൾ, വില്ലകൾ ഒക്കെ പിണറായി വിജയൻ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മുക്കിയ പൈസ എങ്ങനെയാണ്, എവിടെയാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്? എല്ലാം ഔട്ട് ഓഫ് ഇന്ത്യ, രാജ്യത്തിന് പുറത്താണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ പലയിടങ്ങളിൽ പിണറായി വിജയന് കൃത്യമായ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ പറയുന്ന വയനാട്ടിലെ ദുരിതബാധിതരുടെ ഫണ്ടും കൈയിട്ട് നക്കാൻ പിണറായി വിജയൻ്റെ ചങ്കൂറ്റം അത് ചില്ലറൊന്നല്ല. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നാണ് ഇപ്പോൾ CAG റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് അവൈലബിളായി തുടങ്ങും. എന്താണ് സംഭവം, എങ്ങനെയാണ് സംഭവം, ബാക്കിയുള്ളതൊക്കെ എങ്ങനെയാണ്, ബാക്കിയുള്ള പൈസ ഇപ്പോൾ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും. എന്തായാലും 758 കോടിയിൽ നിന്ന് 262ഉം 299ഉം ഓക്കെ 300ഉം 260ഉം കൂടിക്ക് 560 കോടി. 262 മുക്കി എന്നുള്ളത് കണക്കായി. ഇനിയും അതും കഴിഞ്ഞിട്ട് ബാക്കി പൈസ ഉണ്ടല്ലോ.
ഒരു 200 കോടിയിലധികം രൂപ പിന്നെയും ബാക്കിയുണ്ട്. എവിടെ പോയി? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ പൈസയാണ്. വയനാട്ടിലെ ജനങ്ങൾക്ക് നൽകിയ പൈസ. ആ പൈസ ഇപ്പോഴും എന്തായിട്ടില്ല, അവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചില്ല. ഏറ്റവും അവിടെ ഉപയോഗിച്ചതിലും ചെലവാക്കിയതിലും കൂടുതൽ പൈസ പിണറായി വിജയൻ്റെ പോക്കറ്റിലേക്കാണ് പോയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് CAG കണ്ടെത്തിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിണറായി വിജയൻ്റെ ഒരു വെപ്രാളം നിങ്ങൾ കണ്ടിട്ടുണ്ടായില്ലേ? ഒരു വല്ലാത്ത വെപ്രാളപ്പെട്ട്, ഒരു അസ്വസ്ഥപ്പെട്ട്, ഒരു വെപ്രാളമായിരുന്നു. എന്തിനും ഏതിനും ഒരു വെപ്രാളം കണ്ടിട്ടുണ്ടായില്ലേ പിണറായി വിജയൻ്റെ? എന്തിനായിരുന്നു ഈ വെപ്രാളം? എന്തുകൊണ്ടാണ് ഈ വെപ്രാളം? ഈ വെപ്രാളം ഒന്നല്ല, ഇതൊക്കെ വരാൻ പോകുക, ഓരോന്നോരോന്നായി പുറത്തേക്ക് വരാൻ പോവുകയാണ് എന്നുള്ള വെപ്രാളമായിരുന്നു അത്. കൃത്യമായിട്ട് ആ വെപ്രാളമാണ് നമ്മൾ കണ്ടത്. വെറുതെ അല്ല വെപ്രാളപ്പെട്ടത്. കാരണം എന്താ, 10 വർഷത്തെ എത്രയൊക്കെ പോക്കറ്റിലാക്കി എന്നുള്ള കാര്യങ്ങളാണ് പുറത്തേക്ക് വരാനുണ്ടായിരുന്നത്. അത് തന്നെയായിരുന്നു ഇത്രയധികം വെപ്രാളപ്പെട്ടത് പിണറായി വിജയൻ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും വല്ലാത്തൊരു, എനിക്ക് അത്ഭുതമൊന്നുമല്ല തോന്നുന്നത്, വലിയ സങ്കടം തോന്നുക. ആ പാവങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നിന്ന ആളുകൾ, ആ പാവങ്ങളുടെ ആ ജനങ്ങൾ ആ സാധുക്കളെ കൈപ്പിടിച്ചുയർത്താൻ, അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേരളത്തിലെ പൊതുസമൂഹം കേരളത്തിന് പുറത്തുള്ളവർ നൽകിയിട്ടുണ്ട്. ആ നൽകിയ പണം അതിലും കൈയിട്ട് വാരാൻ ഉളുപ്പ് എന്നല്ല ഞാൻ പറയുന്നത്. ഒരു അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു മാന്യത കാണിക്കണ്ടോ? ഒരു മാന്യത അതുപോലും പിണറായി വിജയൻ കാണിച്ചില്ല എന്നറിയുമ്പോൾ ഒരു വല്ലാത്ത വേദന തോന്നുകയാണ്, വല്ലാത്ത നിരാശ തോന്നുകയാണ്. മനസ്സിലായില്ലേ? എത്ര ഈസി ആയിട്ട് അവരെ പുനരധിവസിപ്പിക്കാൻ സാധിക്കുമായിരുന്നു അല്ലേ? പണത്തിന് പണമുണ്ട്. ഫണ്ടിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് വേണ്ടുവോളം ഉണ്ടായിരുന്നു, അധികാരമുണ്ടായിരുന്നു. എന്നിട്ടും 2 വർഷം പിണറായി വിജയൻ, ദുരന്തം കഴിഞ്ഞ് 2 വർഷക്കാലം പിണറായി വിജയൻ്റെ മുമ്പിലുണ്ടായിരുന്നു. ഇറങ്ങിപ്പോയിട്ടും ഒരു ചുക്കും പിണറായി വിജയൻ ചെയ്തു കൊടുത്തില്ല എന്ന് പറയുമ്പോൾ വലിയ ദുഃഖം തോന്നുകയാണ് അല്ലേ? എന്നിട്ടും പോരാഞ്ഞിട്ട് അതിലും കൈയിട്ട് വാരി നക്കുക എന്ന് പറഞ്ഞാൽ നമ്മളീ പറയും പോലെ നക്കുക വെറുതെ തിന്നതൊന്നുമല്ല. പിണറായി വിജയൻ വേണ്ട രീതിയിൽ ഈ പണം, ഈ കൊള്ളയടിച്ച പണം മുഴുവൻ വിദേശങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശബരിമലയിലെ അയ്യൻ്റെ പൊന്ന് ഉരുക്കി വിറ്റിയ പണം കൂടിയും വിദേശത്ത് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വിദേശ യാത്രകളൊക്കെ പോയത് വെറുതെ മൂപ്പര് ഈ കേരളത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോയതൊന്നുമില്ല. മൂപ്പര ഇൻവെസ്റ്റ്മെൻറ്റ്, മൂപ്പര പ്രോപ്പർട്ടി രജിസ്ട്രേഷന്, ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് വിദേശത്ത് പോയിരിക്കുന്നത്.